ഹായ് എല്ലാവർക്കും നമസ്കാരം. ആൻസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോട്ടൺ ബാട്ടിക്കിൽ വരുന്ന കളക്ഷൻ, പിന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെയിലി വെയർ കോട്ടൺ കളക്ഷൻസാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാന്ത സ്റ്റിച്ചിൽ വരുന്ന ഒരു കോട്ടൺ ബാട്ടിക്കാണ്. പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നാച്ചുറൽ ഡൈഡ് പ്യുവർ വാക്സ് ബാട്ടിക്കിൽ ചെയ്തിട്ടുള്ള, ഒറിജിനൽ വാക്സ് ബാട്ടിക്കിൽ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസാണ് കേട്ടോ. പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. എല്ലാം ബ്രൈറ്റ് കളേഴ്സാണ് ബാട്ടിക്കിൽ വന്നിട്ടുള്ളത്. 2 ടൈപ്പ് ബാട്ടിക്ക് കാണിക്കുന്നുണ്ട്. ഇത് കാന്ത സ്റ്റിച്ചിൽ ചെറിയ പ്രിൻറ്റുകൾ വരുന്നത്, പിന്നെ ടൈ ആൻഡ് ഡൈയിൽ വരുന്ന ഒരു സെറ്റ് കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് അതിൻ്റെ ടോപ്പ്. ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ടിൽ മാത്രം ഉള്ള ഒരുപാട് പ്രിൻറ്റുകൾ വരുന്നത്. ബാക്ക് സൈഡിൽ പ്രിൻറ്റ് കുറവായിട്ടാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ടും ബാക്കും ഒരേപോലെയല്ല പ്രിൻറ്റ് വരുന്നത്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഒറിജിനൽ വാക്സ് ബാട്ടിക്കാണ്, പ്യുവർ കോട്ടണിലാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ പാൻറ്റ്. ചെറിയ ചെറിയ പ്രിൻറ്റുകൾ വരും. പിന്നെ വാക്സ് ബാട്ടിക്കാണ്, കണ്ടോ, ഇതൊക്കെ വാക്സാണ്, ഇതൊന്നും അഴുക്കല്ല കേട്ടോ. അത് ടോപ്പയിലും ദുപ്പട്ടയിലും ബോട്ടത്തിലും അവിടെ എവിടെയായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇത് വാക്സാണ്. വാക്സ് ബാട്ടിക്ക എന്ന് പറഞ്ഞാൽ മെഴുകുതിരിയുടെ വെളിച്ചം കൊണ്ടാണ് ഇതിങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, എങ്ങനെയാണ് വാക്സ് ബാട്ടിക്ക് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. അഴുക്കാണെന്ന് തെറ്റിദ്ധരിക്കരുത്, അത് വാക്സാണ്. ഒറിജിനൽ വാക്സ് ബാട്ടിക്കാണെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെയാണ് ഈ വാക്സ് ഇങ്ങനെ പറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ടോപ്പും ബോട്ടവും 2.5 മീറ്റർ വരും. ഇറക്കം ഒരു 44 ഇഞ്ചൊക്കെ വരും. വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു 44 വരും കേട്ടോ. ഇറക്കം 44-45 കിട്ടും. വിഡ്ത്ത് 44 കിട്ടും. നല്ല 3XLകാർക്ക് വരെ ലാവിഷായിട്ട് തയ്ക്കാനുള്ള തുണിയുണ്ട്. പിന്നെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഡൈയും ആണ് കേട്ടോ. സിന്തറ്റിക് കളേഴ്സ് അല്ല, നാച്ചുറൽ കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളർ ബ്ലീഡിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഴുകുമ്പം സെപ്പറേറ്റ് ഇട്ട് വാഷ് ചെയ്യണം. ആദ്യത്തെ വാഷിങ്ങിൽ നല്ലപോലെ കളർ ഇളകും. പിന്നെയുള്ള വാഷിങ്ങിൽ അധികം ഇളകത്തില്ല. എന്നാലും ഫസ്റ്റ് വാഷിൽ നല്ലപോലെ കളർ ഇളകാനുള്ള ചാൻസ് ഉണ്ട്. പ്യുവർ കോട്ടൺ അറിയാമല്ലോ, പ്യുവർ കോട്ടൺ ഡാർക്ക് കളേഴ്സ് വരുമ്പം എന്തായാലും ഒരു കളർ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കി വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കഴുകുമ്പം മറ്റ് ലൈറ്റ് കളർ തുണിയുടെ കൂടിയിട്ട് കഴുകാനും പാടില്ല. ഫസ്റ്റ് വാഷിൽ ഒരുപാട് കളർ ഇളകത്തുള്ളൂ, പിന്നെ അധികമൊന്നും ഇളകത്തില്ല കേട്ടോ. ഇതൊക്കെ വാക്സാണ് കേട്ടോ, അഴുക്കല്ല, വാക്സാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ വളരെ ഒതൻറ്റിക്കായിട്ട് ചെയ്യുന്നൊരു ഇതാണ്, വളരെ ട്രഡീഷണൽ വേയിൽ ചെയ്യുന്നതാണ് ഈ വാക്സ് ബാട്ടിക് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ മണ്ണിലിട്ടൊക്കെയാണ് ഇത് ഉണക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സിനാണെങ്കിൽ ഒരു പുഹയുടെയും ഒരു മണ്ണിൻ്റെയൊക്കെ മണം കാണും. അത് കഴുകുമ്പോൾ ഫസ്റ്റ് വാഷിൽ തന്നെ അതൊക്കെ അങ്ങ് മാറും കേട്ടോ. ഞാൻ പറഞ്ഞതാണ്, അത് കിട്ടുമ്പം അത് അറിയാത്തവർക്കത് ഒരു തെറ്റിദ്ധാരണ തോന്നും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ എന്താണ് വാക്സ് ബാട്ടിക്കുന്നത് കേട്ടോ. പല കളേഴ്സ് ഉണ്ട്. ടോപ്പും ബോട്ടും ദുപ്പട്ടയും നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കോട്ടൺ മാത്രം ഉപയോഗിക്കുന്നവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും പ്യുവർ കോട്ടൺ, 1% പോലും മിക്സിംഗ് ഇല്ല കേട്ടോ. നല്ല 3XLകാർക്ക് വരെ തയ്ക്കാനുള്ള തുണിയുണ്ട്. കണ്ടോ, ഇത് പാൻറ്റ്, അതതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ. പ്രിൻറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഫ്രണ്ടിൽ, ബാക്കിൽ കംപ്ലീറ്റ് പ്രിൻറ്റില്ല. വാക്സ് ബാട്ടിക്ക് അങ്ങനെ പൊതുവേ ഫ്രണ്ടിലും ബാക്കിലും പ്രിൻറ്റ് വരുന്ന അങ്ങനെ വരാറില്ല. എൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാം ഫ്രണ്ടിൽ മാത്രമേ അധികം പ്രിൻറ്റ് കാണത്തുള്ളൂ, ബാക്ക് സൈഡിൽ അധികം പ്രിൻറ്റുകൾ കാണാറില്ല കേട്ടോ. ഇത് അതിൻ്റെ ദുപ്പട്ട വരും കേട്ടോ. ഇതെല്ലാം കൈകൊണ്ട് ചെയ്യുന്ന പ്രിൻ്റാണ് കേട്ടോ, ഒന്നും മെഷീൻ്റെ അല്ല, കൈകൊണ്ട് ചെയ്യുന്ന പ്രിൻ്റാണ്. അത് കാണുമ്പോഴേ മനസ്സിലാവും. നാച്ചുറൽ പ്രിൻറ്റുകൾ, കൈകൊണ്ട് ചെയ്യുന്ന ഹാൻഡ് മെയ്ഡ് പ്രിൻ്റ് എന്ന് പറയുന്നത് അൺഈവനായിരിക്കും. മെഷീനെ ചെയ്യുന്നതാകുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് എല്ലാം ഒന്നിനൊന്ന് നല്ല പെർഫെക്റ്റായിട്ടിരിക്കും. പക്ഷേ കൈകൊണ്ട് ചെയ്യുന്ന പ്രിൻ്റ് ആയതുകൊണ്ടാണ് ഇത് ആ പെർഫെക്ഷൻ ഇല്ലാത്തത്. അതങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക. ഹാൻഡ് ബ്ലോക്ക് ആണെന്നുള്ളത് തിരിച്ചറിയുന്നത് അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഇത് അതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡാണ്. വീഡിയോയിൽ കാണുന്നത് നേരിട്ട് കാണുമ്പോഴും കളേഴ്സ് തമ്മിൽ ചെറിയ ഡിഫറൻസ് കാണും. അത് നമുക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ക്യാമറ റെസൊല്യൂഷൻ്റെ അനുസരിച്ചാണ് വരുന്നത്. നമുക്ക് വീഡിയോ ഭംഗിയായിട്ട് തന്നെ എടുക്കുകയും വേണ്ടായോ, എന്നാലല്ലേ കാണുമ്പോഴും നിങ്ങൾക്കൊരു ഇഷ്ടം തോന്നത്തുള്ളൂ. നമുക്ക് തീരെ വെളിച്ചമില്ലാത്തടത്തൊന്നും നിന്ന് എടുത്തു കഴിഞ്ഞാൽ വീഡിയോ കാണാനും ഒരു ഭംഗി കാണത്തില്ല. അപ്പോൾ ആ ക്യാമറയുടെ ആ റെസൊല്യൂഷൻ്റെ ഒക്കെ കൊണ്ട് തന്നെ കളറിനൊരു ചെറിയ ഡിഫറൻസ് കാണും. അത് മനസ്സിലാക്കി വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. പിന്നെ കളർ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്തൊക്കെ തരും. അപ്പം നിങ്ങൾക്ക് ചോദിക്കണം, അത് കളർ ഇന്ന തന്നെയാണോ, നിങ്ങൾ ഉദ്ദേശിച്ച കളർ തന്നെയാണോ എന്നൊക്കെ കൺഫേം ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇത് യോക്ക് പോർഷനിൽ മാത്രം ഡിസൈൻ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ, ബ്ലാക്ക് കളറിൽ വരുന്നതാണ്. ഇതിൽ ചെറിയ വർക്കുകളൊക്കെ വരുന്നുണ്ട്, ചെറിയ മിറർ വർക്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. എല്ലാം ഒരു 44, 45, 46 ആ ഒരു റേഞ്ചിലൊക്കെ എല്ലാത്തിനും ഇറക്കമുണ്ട്. 3XLകാർക്ക് വരെ തയ്ക്കാം. ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പീസും 3XL വരെ സൈസുള്ളവർക്ക് തയ്ക്കാനായിട്ട് പറ്റും. ലാവിഷായിട്ട് തുണി കാണും 3XL വരെ ഉള്ളവർക്ക് കേട്ടോ.
ഇതാണ് അതിൻ്റെ ദുപ്പട്ട. എല്ലാം ബോക്സ് പല്ലു ദുപ്പട്ടയാണ് കേട്ടോ. 4 സൈഡും ബോർഡറിൽ ഡിസൈൻ വരുന്ന ദുപ്പട്ടയാണ്. ബാട്ടിക്കിൻ്റെ വരുമ്പോൾ എല്ലാം ബോക്സ് ദുപ്പട്ടയെ വരുള്ളൂ. അതാണ് ബാട്ടിക്കിൻ്റെ ഭംഗി. ദുപ്പട്ട ബോക്സ് പ്രിൻ്റ് വന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗിയും വരുന്നത്. ഇതൊരു നേരത്തെ ഒരു വീഡിയോയിൽ ബാലൻസ് വന്നൊരു പീസാണ് കേട്ടോ. ഒരു ഗ്രീൻ കളറാണ്, ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ്. ബോട്ടിൽ ഗ്രീനേൽ ഇങ്ങനൊരു യെല്ലോ പ്രിൻറ്റ് പോലെ വരും. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് മുതുകത്ത് മാത്രം ഒരു ഡിസൈൻ ഇങ്ങനെ വരും. അങ്ങനെയാണ് ഇതിനൊരു നല്ലൊരു കളറാണ്. ഈ നമ്മുടെ സ്പ്രൈറ്റിൻ്റെ ഒക്കെ കുപ്പിയില്ലേ, ആ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത്. നമുക്കൊരു ലേഡി സ്റ്റാഫിനെ ആവശ്യമുണ്ടായിരുന്നു. ഞാനത് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. പത്തനംതിട്ട ജില്ലക്കാർക്കാണ് പ്രിഫറൻസ്. കാരണം വീട്ടിൽ നിന്ന് നമുക്ക് ഡെയിലി വന്നു പോകാനുള്ളൊരു ദൂരത്തിൽ വേണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഒക്കെ ഉള്ളവർ വേണം. അപ്പം താല്പര്യമുള്ളവർ ലേഡീസ് ഒന്ന് ബന്ധപ്പെടേണ്ടതാണ്. അത്യാവശ്യം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. തീരെ ബില്ലടിക്കുക അങ്ങനല്ല, കുറച്ച് കമ്പ്യൂട്ടർ വർക്കൊക്കെ അറിയുന്ന ഒരാൾ വേണം. അതുകൊണ്ടാണ് പറയുന്നത്. GST ഫയൽ ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ അറിയുന്ന ഒരാളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇതതിൻ്റെ പാൻറ്റാണ് കേട്ടോ. ഇനി വരുന്ന എല്ലാം ടൈ ആൻഡ് ഡൈയിൽ വരുന്ന കാന്ത സ്റ്റിച്ചിലെ ബാട്ടിക്. ഇത് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം സ്റ്റോക്ക് കുറവായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടും. മുന്നത്തെ വീഡിയോയിൽ പെട്ടെന്ന് അതിൻ്റെ അധികം സ്റ്റോക്ക് ഇല്ലായിരുന്നു. 1-2 സെറ്റേ ഉള്ളായിരുന്നു. ഈ പ്രാവശ്യം കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യാം. ഈ കോട്ടൺ ഡ്രസ്സ് നരയ്ക്കും അങ്ങനെയുള്ള ടെൻഷനുള്ളവർക്ക് ഏറ്റവും പറ്റിയ കോട്ടൺ വേണം താനും, എന്നാൽ കോട്ടൺ നരയ്ക്കുമല്ലോ എന്നുള്ള പേടി കാരണം കോട്ടൺ എടുക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഏറ്റവും നല്ലതാണ് ഈ ടൈ ആൻഡ് ഡൈയിലുള്ള കോട്ടൺ. കാരണം വെച്ചാൽ ഇത് നരച്ചാലും അറിയത്തില്ല. കാരണം ഇതിൻ്റെ പ്രിൻറ്റിങ് ആ രീതിയിലല്ലേ, ടൈ ആൻഡ് ഡൈ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരേപോലെ അല്ലല്ലോ കളർ വരുന്നത്. ഇത് നരച്ചാൽ അറിയത്തേ ഇല്ല. അതുകൊണ്ട് കോട്ടൺ നരയ്ക്കുമല്ലോ എന്ന് ഓർത്ത് കോട്ടൺ എടുക്കാൻ മടിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലതാണ് ഈ ടൈ ആൻഡ് ഡൈ പ്രിൻറ്റുകൾ. എന്നാൽ ബാട്ടിക്കുമാണ്, ടൈ ആൻഡ് ഡൈയിലാണ്, കാന്ത സ്റ്റിച്ചാണ്. കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. കാന്ത സ്റ്റിച്ച് വരുന്ന മെറ്റീരിയൽസൊക്കെ അറിയാമല്ലോ, കുറച്ചുകൂടെ കട്ടി കാണും. പ്രിൻ്റല്ല, അത് സ്റ്റിച്ചാണ് കേട്ടോ, കാന്ത സ്റ്റിച്ചാണ്. അപ്പോൾ അത് കുറച്ച് കട്ടി കാണും മെറ്റീരിയലിന്. അപ്പം അത് നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാം. ലൈനിങ് ഇല്ലാതെയും കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആദ്യം കാണിച്ച ബാട്ടിക്കൊക്കെ ലൈനിങ് വേണം കേട്ടോ. കണ്ടോ, ഇതിലെല്ലാം ഉണ്ട് വാക്സ്. അതാണ് ഞാൻ എടുത്തെടുത്തൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ചിലർക്കൊരു തെറ്റിദ്ധാരണ തോന്നും, ഇത് അഴുക്കാണ് എന്നൊരു തെറ്റിദ്ധാരണ തോന്നും. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വാക്സ് ബാട്ടിക് ട്യൂട്ടോറിയൽ എങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. ഓക്കെ, നല്ലൊരു മഞ്ഞ കളറാണ് കേട്ടോ. ഇത് വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ്, നല്ല കളറാണ്. നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് എല്ലാം വരുന്നത്. നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴിയും DTDC വഴിയാണ് കേട്ടോ നമ്മൾ പാഴ്സൽ അയക്കുന്നത്. ഒരു 4-5 വർക്കിംഗ് ഡേയ്ക്കുള്ളിൽ തന്നെ എല്ലാവർക്കും കിട്ടും. നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്താൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. ഓർഡർ ഹോൾഡ് ചെയ്ത് വെക്കരുത്, നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ ചോദിക്കുന്നവരോട് ലാസ്റ്റ് പീസൊക്കെ വരുമ്പം പിന്നെ ചോദിക്കുന്നവരോട് നമ്മൾ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ പേയ്മെൻറ്റ് ചെയ്യാതിരുന്നാൽ നമുക്കതൊരു ആ പീസ് നമുക്ക് പിന്നെ ഇവിടെ ഇരിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഓർഡർ കൺഫേം ചെയ്താൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിക്കുക. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞിട്ട് 10 മിനിറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. ഗൂഗിൾ പേ ചെയ്യാം, ഫോൺ പേ ചെയ്യാം, അക്കൗണ്ട് ട്രാൻസ്ഫറും ചെയ്യാം. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ അല്ല. അത് ഉടനെ തന്നെ നമ്മൾ അവൈലബിൾ ആക്കും. നമ്മൾ ഭാവിയിൽ ഉടനെ അതൊക്കെ അവൈലബിൾ ആക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന്. ഇപ്പോൾ തൽക്കാലത്തേക്കില്ല, പക്ഷേ നമ്മളതെല്ലാം ഉടനെ തന്നെ റെഡിയാക്കും. പ്ലെയിൻ പാൻറ്റാണ് കേട്ടോ. ബാക്കി കാണിക്കുന്ന പാൻറ്റിൻ്റെ പീസാണ്. ഇതിൻ്റെ ടോപ്പ് ഫ്രണ്ടും ബാക്കും പ്രിൻ്റുള്ള ടോപ്പാണ് കേട്ടോ. ഇതുപോലെ തന്നെ ടൈ ആൻഡ് ഡൈ പ്രിൻ്റിൽ തന്നെ വരും. യോക്ക് പോർഷനിൽ ചെറിയ മിറർ വർക്കും ഹാൻഡ് വർക്കും ഒക്കെ ചെറുതായിട്ട് വരും. നല്ല ഭംഗിയുള്ള പീസുകളാണ് കേട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ്. മറ്റെവിടെ നോക്കുന്നതിനേക്കാളും റേറ്റ് ഉറപ്പായും ബാട്ടിക്കിന് കുറവ് തന്നെയായിരിക്കും ഞാൻ കൊണ്ടുവരുന്നത്. അപ്പം അത് നിങ്ങൾ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നോക്കി പർച്ചേസ് ചെയ്യുക. ഡാമേജ് പീസ് എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. അത് നിങ്ങൾ അതിൻ്റെ ഒരു ഓപ്പൺ വീഡിയോ ഉറപ്പായും എടുത്ത് വെക്കണം. പിന്നെ അതുപോലെ ഡാമേജ് ഉള്ള ആ ഭാഗത്തിൻ്റെ ഒരു ഫോട്ടോയും വീഡിയോയും വളരെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് നമുക്കത് എന്താണ് ഡാമേജ് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഫോട്ടോയും വീഡിയോയും എടുത്ത് അയച്ചാൽ മതി. നിങ്ങളത് പറയാതിരിക്കരുത്, ഇങ്ങനെ ഡാമേജ് പീസാണ് കിട്ടിയതെന്നുള്ളത് നമുക്ക് മെസ്സേജ് അയക്കണം. അങ്ങനെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം. എല്ലാവർക്കും ഞാൻ റിട്ടേൺ റീഫണ്ടും പിന്നെ ചിലർക്ക് ഡിസ്കൗണ്ട്, ചെറിയ ഡാമേജൊക്കെ ആണെങ്കിൽ ഡിസ്കൗണ്ട് മതി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്.
അത് കസ്റ്റമറിൻ്റെ ചോയ്സ് അനുസരിച്ച് നമ്മൾ അതിനുള്ള പരിഹാരം ചെയ്തു കൊടുക്കും. നിങ്ങൾ ഡാമേജ് പീസാണ് കിട്ടിയെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയും ചെയ്യരുത് കേട്ടോ. കാരണം ഒരുപാട് ഓർഡർ പാക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ നമ്മുടെ ടോപ്പ് മാക്സിമം നമ്മൾ നോക്കും. ടോപ്പിലൊക്കെ മാക്സിമം ഒരു അഴുക്കും ഇല്ലാതെ ഒരു ഇതും ഇല്ലാതെ നമ്മൾ നോക്കും. എന്തെങ്കിലും കണ്ടാൽ തന്നെ കസ്റ്റമറിനോട് നമ്മൾ പറയും ഇങ്ങനെ ഇതുണ്ട്, ഈ പീസ് മാറ്റട്ടെ, ഇത് വേണോ വേണ്ടയോ അതോ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വേണോ എന്നൊക്കെ നമ്മൾ കസ്റ്റമറിനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതോർത്ത് ടെൻഷനേ അടിക്കണ്ട. അപ്പോൾ നിങ്ങളത് പറയണം, നമ്മളോട് പറഞ്ഞാലല്ലേ നമ്മൾ അറിയത്തുള്ളൂ. മെസ്സേജ് അയച്ച് പറയണം. അപ്പം നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാനുള്ള ഒരു റൈറ്റ് നിങ്ങൾക്കുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ന് പറയുന്നത് നോർമൽ കോട്ടൺ അല്ല, സാധാ ഡെയിലി യൂസിന് പറ്റിയ സാധാ കോട്ടൺ മെറ്റീരിയൽ വരുന്ന പീസുകളാണ്. നമാസി കോട്ടൺ ആണ് കേട്ടോ. ഇതൊന്നും പ്യുവർ കോട്ടൺ അല്ല, സാധാ കോട്ടൺ ഉണ്ടല്ലോ, നമ്മൾ സാധാ കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ്. ലൈനിങ് ഒക്കെ ഇട്ട് വേണം തയ്ക്കാൻ കേട്ടോ. ലൈനിങ് ഇട്ട് തയ്ച്ചാലാണ് തുണിക്ക് ഡ്യൂറബിലിറ്റിയും ഒരു ബലമൊക്കെ കിട്ടുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 46 ഇഞ്ച് ലെങ്ത് ഉണ്ട്, 3XL വരെ തയ്ക്കാം. ദുപ്പട്ട വരുന്ന നമാസി കോട്ടൺ ആണ് കേട്ടോ. ബോട്ടം ഒരു 2.25 മീറ്റർ കിട്ടും. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇതിനകത്ത് കാണുന്ന ബ്ലൂ അല്ല കേട്ടോ, ഇതൊരു സിയാൻ ബ്ലൂ കളറാണേ. ഇതിനകത്തൊരു സ്കൈ ബ്ലൂ ഒരു കളർ പോലെയാണ് കാണുന്നത്, പക്ഷേ ഇതിനകത്ത് കാണുന്ന കളറല്ല, ഇതൊരു സിയാൻ ബ്ലൂ ആണ് കേട്ടോ. അത് നിങ്ങൾ ഫോട്ടോയ്ക്കകത്ത് എനിക്കൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടുമായിരിക്കും. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പം ഫോട്ടോ ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. വീഡിയോ കാണുന്ന കളറേ അല്ല, ഇതൊരു സ്കൈ ബ്ലൂ ആയിട്ടാണ് വീഡിയോ കാണുന്നത്. അത് സിയാൻ ബ്ലൂ എന്ന് പറയുന്നത്, അതായത് ഗ്രീനും അല്ല ബ്ലൂ അല്ലാത്തൊരു കളർ, അങ്ങനത്തെ ഒരു കളറാണിത് കേട്ടോ. സിയാൻ ബ്ലൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കാരണം നല്ല വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അതിൻ്റെ ദുപ്പട്ട വരുന്ന നമാസി കോട്ടൺ ഫാബ്രിക്കാണ്. ടോപ്പും ബോട്ടം നോർമൽ കോട്ടൺ. ബോട്ടം ഇങ്ങനെ പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ, പ്രിൻറ്റഡ് ബോട്ടം അല്ല, പ്ലെയിൻ പാൻറ്റാണ്. പിന്നെ യോക്ക് പോർഷനിൽ ചെറിയൊരു ഫോൾസ് മിററിൻ്റെ ഒക്കെ വർക്ക് വരുന്നുണ്ട്, പിന്നെ ത്രെഡിൻ്റെയും വർക്ക് വരുന്നുണ്ട്. നല്ല ഡെയിലി യൂസിന് പറ്റിയ പീസാണ് കേട്ടോ. 3XL വരെ തയ്ക്കാം. 46 ഇഞ്ച് ഇറക്കവും കിട്ടും. നല്ലൊരു കോട്ടൻ്റെ ലൈനിങ് ഒക്കെ ഇട്ട് തയ്ച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. കോട്ടൺ മെറ്റീരിയൽസ് കഴിവതും നിങ്ങൾ കഴുകുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾ കുറച്ച് ഷാമ്പൂയിലോ അല്ലെങ്കിൽ ഒരു എല്ലാവരുടെ വീട്ടിൽ ഷാമ്പൂ കാണുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഷാമ്പൂയിൽ കഴുകാൻ പറയുന്നത്. അല്ലെങ്കിൽ കളർ ഗാർഡ് വാങ്ങിക്കാൻ കിട്ടും, എലൈവ് എന്നൊക്കെ പറഞ്ഞ കമ്പനീസിൻ്റെ ഒക്കെ കളർ ഗാർഡ്. നല്ല കോട്ടണൊക്കെ ആണെങ്കിൽ ബാട്ടിക്കൊക്കെ കണ്ടില്ലേ, അതൊക്കെ കളർ ഗാർഡ് ഇട്ട് തന്നെ കഴുകുന്നതാണ് നല്ലത്. കളർ ഗാർഡ് ഇട്ട് കഴുകിയാൽ നിറവും പോകത്തില്ല, നരയ്ക്കത്തൊന്നുമില്ല, ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാരണം പ്യുവർ കോട്ടൺ മെറ്റീരിയൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞാലേ അത് നരയ്ക്കും, നിറവിളകും, അതൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ കോട്ടൺ ആണെന്നുള്ളതിൻ്റെ തെളിവാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ അല്പം മിക്സ് വരുന്ന കോട്ടണാണ് കേട്ടോ. ഇതൊന്നും അങ്ങനെ 100% പ്യുവർ കോട്ടൺ അല്ല, ശകലം മിക്സ് വരുന്നുണ്ട്. ഒരു 75% കോട്ടൺ, ബാക്കി ഒരു ചെറിയൊരു മിക്സ് വരുന്നുണ്ട്. പക്ഷേ ചൂടൊന്നും എടുക്കത്തില്ല കേട്ടോ, കാരണം വാങ്ങിച്ചവരാരും അങ്ങനെ ചൂടെടുക്കും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഈ കോട്ടൺ. പിന്നെ ഞാൻ എടുത്ത് പറയുന്നത്, ചിലർ ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിനാണ് അത് മാത്രമാണ് കോട്ടൺ എന്ന് വിശ്വസിച്ച് ഇരിക്കുന്ന അങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷേ കോട്ടൺ തന്നെ പല സൈസുണ്ട്. നമ്മൾ നോർമലി കിട്ടുന്ന ചുരിദാർക്ക് എന്ന് പറഞ്ഞാൽ 100% കോട്ടൺ അല്ല, അത് ചെറിയൊരു മിക്സ് വരും. ജയ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ തുണിയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ, ജയ്പൂർ കോട്ടണിൽ വരുന്ന പ്രിൻറ്റുകളാണ്. പക്ഷേ ഒരു 70-75% കോട്ടൺ ആണ്, ബാക്കി ഒരു ചെറിയ ശതമാനം സിന്തറ്റിക് മിക്സ് വരും. പക്ഷേ ചൂടെടുക്കത്തൊന്നുമില്ല, കാരണം കൂടുതലും കോട്ടൺ തന്നെ ആയതുകൊണ്ട്. പിന്നെ മറ്റു കോട്ടൺ മെറ്റീരിയൽസ് പോലെ നിറവിളകുക, കംപ്ലീറ്റ് കളർ വാഷ് ഔട്ട് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ഇതിനങ്ങനെ പ്രിൻറ്റ് പോവുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഈ മെറ്റീരിയൽസിന് ഉണ്ടാകത്തില്ല കേട്ടോ. കുറച്ചുകൂടെ മറ്റു കോട്ടണേക്കായും അങ്ങനെ നരയ്ക്കാതെയൊക്കെ കുറച്ചുകൂടെ ഡ്യൂറബിളാണ് ശരിക്കും മിക്സഡ് കോട്ടൺ ഫാബ്രിക് എന്ന് പറയുന്നത്. കാരണം അതിന് സിന്തറ്റിക് ഫൈബറൂടെ മിക്സ് ആയതുകൊണ്ട് സാധാ കോട്ടൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും അധികം ഇതിന് കാണത്തില്ല. ഭയങ്കരമായിട്ട് കളർ വാഷ് ഔട്ടായിപ്പോയി അങ്ങനെയൊന്നും ഇതിന് സംഭവിക്കത്തില്ല കേട്ടോ. പക്ഷേ കോട്ടൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ നമ്മൾ ഫസ്റ്റ് വാഷിലൊക്കെ ചെറുതായിട്ടൊന്ന് നിറവിളകും. അതുകൊണ്ട് എപ്പോഴും കോട്ടൺ മെറ്റീരിയൽ കഴുകുമ്പം നിങ്ങൾ നമ്മുടെ എന്താ പറയുക സെപ്പറേറ്റ് ഇട്ട് തന്നെ കഴുകുക. ആദ്യത്തെ ഒരു വാഷിങ്ങിലൊക്കെ അല്പം നിറം പോകത്തുള്ളൂ, എല്ലാ വാഷിങ്ങിലും ഒന്നും പോകുന്നില്ല കേട്ടോ. ഓക്കെ, ഇതതിൻ്റെ പല പല കളേഴ്സാണ്, നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. വീഡിയോയിൽ കാണുന്ന കളേഴ്സ് തന്നെയാണ് കേട്ടോ. ഇതൊരു നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ്, നല്ല ഭംഗിയുള്ള കളേഴ്സ്. ദുപ്പട്ടയാണേലും എല്ലാം നല്ല ഭംഗിയാണ് കണ്ടോ. പ്ലെയിൻ പാൻറ്റാണ്. ടോപ്പിൻ്റെ ബാക്ക് സൈഡും പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. പാൻറ്റാണ് മറ്റേ കാണിച്ചത്, പ്ലെയിൻ പാൻറ്റ്. നല്ല ഭംഗിയുള്ളൊരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കുറേ നാൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പീസുകളാകുമ്പോൾ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഇതങ്ങനെ പെട്ടെന്ന് ഈ റേറ്റ് കുറവായതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇതായി പോവുക അങ്ങനെയൊന്നും ടെൻഷൻ വേണ്ട. ഇതൊക്കെ ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. നമുക്കത് തൊടുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ, മെറ്റീരിയലിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് തൊടുമ്പോൾ മനസ്സിലാവുമല്ലോ.
ഡെയിലി വെയർ ആയിട്ടുള്ളതാകുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് വിലയുടെ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് മാറി മാറി ജോലിക്ക് പോകുന്നവരൊക്കെ ആകുമ്പോൾ നമുക്ക് മാറി മാറി ഇടാനായിട്ട് കുറേ വേണമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് റേറ്റിൻ്റെ വാങ്ങിച്ചാൽ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാനും പറ്റില്ല. അതുമല്ല ഒരുപാട് റേറ്റിൻ്റെ വാങ്ങിച്ചാൽ ആ രീതിയിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അപ്പോൾ ഡെയിലി യൂസിന് നമുക്കിപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ ആകുമ്പോഴത്തേക്കിനും അത്യാവശ്യം ഒന്ന് മെഷീനിലിട്ട് കഴിയാലൊന്നും ഇതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ പ്യുവർ കോട്ടൺ ഒന്നും നിങ്ങൾ മെഷീനിലിടരുത് കേട്ടോ. ബാട്ടിക് പ്രിൻറ്റ് കാണിച്ചില്ലേ, അതൊന്നും ഒരിക്കലും മെഷീനിലിടാൻ പാടില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെഷീനിലൊക്കെ ഇട്ട് നമുക്ക് റഫ്യൂസിന് പറ്റിയ മെറ്റീരിയലാണിത്. നല്ല ദുപ്പട്ടയുടെയൊക്കെ നീളവും വീതിയൊക്കെ കണ്ടോ. ഇതൊരു ഗ്രേയിഷ് ബ്രൗൺ ആണ് കേട്ടോ. കറക്റ്റ് കളർ എന്തോ പറയാനെന്ന് എനിക്കറിയത്തില്ല. ബ്രൗണും അല്ല, എന്നാൽ ബ്രൗണിനകത്ത് ഒരു ഇച്ചിരി ഗ്രേ കളറ് ചേർന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ഇതാണ് പാൻറ്റായിട്ട് വരുന്നത്. പ്ലെയിൻ പാൻറ്റാണ്. 2.25 മീറ്റർ ഉണ്ട്. ടോപ്പ് 2.5 മീറ്റർ നല്ല വീതിയുണ്ട്. അതുപോലെ 46 ഇഞ്ച് ലെങ്തും ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡ് പിന്നെ കൈയുടെ വേണമെങ്കിൽ സൈഡിൽ വെക്കാനായിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ സൈഡിലുണ്ട്. വേണമെങ്കിൽ കൈയുടെ തുമ്പത്തും താഴെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വെക്കാം, താല്പര്യം ഉണ്ടെങ്കിൽ. ദുപ്പട്ടയാണെങ്കിലും നല്ല നീളവും വീതിയൊക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ പ്രൈസൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ. ഇന്ത്യ മൊത്തം ഫ്രീ ഷിപ്പിങ്ങിലാണ്. എല്ലാ സ്ഥലത്തേക്കും അയച്ചു തരും. ലക്ഷദ്വീപിലേക്കും അയച്ചു തരും. എനിക്ക് സ്ഥിരം കസ്റ്റമേഴ്സുണ്ട് ലക്ഷദ്വീപിൽ, ഒരുപാട് കസ്റ്റമേഴ്സുണ്ട് എനിക്ക്. അപ്പോൾ അവിടേക്കൊക്കെ ഞാൻ എല്ലാ ബണ്ടിലും ഒരെണ്ണം കാണും ലക്ഷദ്വീപിലേക്ക്. നമ്മളവിടെയൊക്കെ അയച്ചു കൊടുക്കും. പക്ഷേ കുറച്ച് സമയം എടുക്കും. ഒരു 10 വർക്കിംഗ് ഡേ ഒക്കെ എടുക്കും ലക്ഷദ്വീപിലൊക്കെ കിട്ടാൻ. കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ, പെട്ടെന്ന് കിട്ടത്തില്ല. നമ്മൾ സ്പീഡ് പോസ്റ്റിലാണ് അയക്കുന്നത്, എന്നിരുന്നാൽ പോലും 10 ദിവസമൊക്കെ എടുക്കും. അവിടെ ഷിപ്പ് വരുന്ന അനുസരിച്ചാണല്ലോ അവിടെ സാധനം എത്തുന്നത്. ഓക്കെ, കണ്ടോ. 2.25 മീറ്ററിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ. പക്ഷേ എന്നാലും അതിൻ്റെ ദുപ്പട്ടയുടെ ഒക്കെ നീളവും വീതിയും കണ്ടോ. ഒരു ചെറിയ ഒരു നമ്മൾ സിംഗിൾ കട്ടിലയിൽ ഇടുന്നൊരു ബെഡ്ഷീറ്റിൻ്റെ അത്രയുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.